ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ ഈ സീസണിലെ ഇതുവരെയുള്ള പെർഫോമൻസുകൾ അനലൈസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്, ഫ്ലോപ്പ് 12. അതായത് ഈ സീസണിൽ നമ്മളെ നിരാശപ്പെടുത്തിയ താരങ്ങൾ ആരല്ല, അപ്പോൾ അവരുടെ ഒരു പ്ലേയിങ് 12 ആണ് ഞാൻ ഈ വീഡിയോയിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നമ്പേഴ്സ് വെച്ചിട്ടൊക്കെ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ചില പ്ലേയേഴ്സിനെ, ഇതിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ കാണുമ്പോൾ അവരുടെ നമ്പേഴ്സ് അത്ര മോശമല്ലല്ലോ എന്ന് തോന്നാം. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഞാൻ ചൂസ് ചെയ്തതിനേക്കാൾ ഫ്ലോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുള്ള താരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചൂസ് ചെയ്ത ഫ്ലോപ്പ് 12ലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐഡിയലായിട്ട്, അതായത് ഈ ടീമിൽ ഇത്ര ബാറ്റേഴ്സ് വേണം, ഇത്ര ഓൾറൗണ്ടേഴ്സ് വേണം, ഇത്ര സ്പിന്നേഴ്സ് വേണം എന്നുള്ളൊരു കാര്യം ഞാൻ ഫുള്ളായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ ടീമിൽ സ്പിന്നേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോളേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ടീം ചൂസ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഇതിൽ ഒന്ന് രണ്ട് സ്പിന്നേഴ്സിനെ ഞാൻ ആദ്യം ആഡ് ചെയ്തിരുന്നു. പക്ഷേ ഞാനൊരു സ്റ്റാറ്റ്സ് നോക്കിയപ്പോൾ, ഇമ്പാക്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിലും മോശമായിട്ട് ബോൾ ചെയ്ത ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ളപ്പോൾ അവർക്ക് പകരം സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തുന്നത് എനിക്ക് കുറച്ച് ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മളൊരു ബെസ്റ്റ് പ്ലേയിങ് 12നെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ബേസസും കവർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫ്ലോപ്പ് 12 ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കവർ ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങൾക്ക് അതിലൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ടീം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ടീമിലേക്ക് പോവാം. ഈ ടീമിൽ ഞാൻ ഓപ്പണറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് CSKയിൽ നിന്ന് രാഹുൽ ത്രിപതിയാണ്. ഇപ്പോൾ രാഹുൽ ത്രിപതി ഈ സീസണിൽ 5 മത്സരങ്ങളിൽ നിന്ന് 55 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 11 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 96.49 ആണ്. ഇപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു സീസണായിരുന്നു രാഹുൽ ത്രിപതിക്ക്. ഇപ്പോൾ വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ത്രിപതിയുടെ ഒരു ഫേവറബിൾ പൊസിഷനായ വൺ ഡൗണിലല്ല സീസണിൻ്റെ തുടക്കത്തിൽ ഇറങ്ങിയതെന്ന് പറയാമെങ്കിലും CSKയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ളൊരു താരമായിരുന്നു ത്രിപതി എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരാൻ രാഹുൽ ത്രിപതിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും വളരെ ഡിസപ്പോയിൻറ്റ് ആയിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ ഓപ്പണർ എന്ന് പറയുന്നത് രാഹുൽ ത്രിപതിയാണ്. ഇനി ത്രിപതിക്ക് കൂട്ടായിരുന്നത് DCയിൽ നിന്ന് ജേക്ക് ഫ്രേസർ മഗ്ഗർക്കാണ്. ഇപ്പോൾ മഗ്ഗർക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ DCക്കായിട്ട് എക്സ്പ്ലോസീവ് സ്റ്റാർട്ട്സ് നൽകിയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഞാൻ മഗ്ഗർക്കിൻ്റെ ഫോമിനെ കുറിച്ച് DCയുടെ ടീം അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ IPLന് ശേഷം ഓസീസ് ടീമിൽ കളിച്ചപ്പോഴായാലും ബിഗ് ബാഷിൽ കളിച്ചപ്പോഴായാലും ഒന്നും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് തരാൻ മഗ്ഗർക്കിന് കഴിഞ്ഞില്ല. ആ ഒരു മോശം ഫോം ഈ സീസണിലും തുടർന്നു. 6 മത്സരങ്ങളാണ് മഗ്ഗർക്ക് കളിച്ചത്. അതിൽ നിന്ന് ഇപ്പോൾ ത്രിപതിയുടെ നമ്പേഴ്സ് പറഞ്ഞതുപോലെ തന്നെ 55 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 9.16 ആണ്. സ്ട്രൈക്ക് റേറ്റ് 105.76 ആണ്. കഴിഞ്ഞ സീസണിൽ മിക്ക മത്സരങ്ങളിലും ഒരു 200+ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്ത താരമാണ് ഈ സീസണിൽ അമ്പേ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ത്രിപാഠിക്ക് കൂട്ടായിരുന്നത് മഗ്ഗർക്കാണ്. ഇനി വൺ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. ആര് ഈ സീസണിൽ ഒരു ഫ്ലോപ്പ് 12 എടുത്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിലുണ്ടാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഋഷഭ് പന്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPLലെ ഏറ്റവും മൂല്യമേറിയ താരമാണ്. 27 കോടിയാണ് പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. പിന്നീട് LSGയുടെ ക്യാപ്റ്റനാണ്. CSKക്കെതിരായ ഒരു മത്സരത്തിൽ ഒഴിച്ച് ബാക്കി ഒരു മത്സരത്തിലും കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് തരാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞില്ല. ആ മത്സരത്തിലും ഒരു സ്ട്രഗ്ലിംഗ് 50 ആയിരുന്നു. ഇനി കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 128 റൺസാണ് ഋഷഭ് പന്ത് എടുത്തിട്ടുള്ളത്. ആവറേജ് എന്ന് പറയുന്നത് 12.8 ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 99.22 ആണ്. പന്തിനെ പോലൊരു കാലിബറുള്ള പ്ലെയറിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് അല്ല. ഇപ്പോൾ ആ ഒരു 63 എടുത്ത് മാറ്റിയാൽ, CSKക്കെതിരെ നേടിയ ഒരു സ്കോർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി 10 മത്സരങ്ങളിൽ നിന്ന് 65 റൺസ് മാത്രമാണുള്ളത്. അത്രയും ഡിസപ്പോയിന്റിംഗ് സീസണാണ്. ഇപ്പോൾ LSG സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം കൂടി ഋഷഭ് പന്താണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ ആ ഒരു ടോപ്പ് 3 നന്നായിട്ട് കളിച്ചതുകൊണ്ട് ഋഷഭ് പന്തിൻ്റെ ഫോം അവരെ അത്ര ബാധിച്ചില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരും പരാജയപ്പെട്ടതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടിലായി. ഇനി അവർക്ക് ക്വാളിഫൈ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഋഷഭ് പന്താണ് ഈ ഒരു ഫ്ലോപ്പ് 12ന്റെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും. ഇനി നമ്പർ 4ലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ബാക്കി നമ്മൾ കണ്ട 3 പേരുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയറാണ് KKRൽ നിന്ന് വെങ്കടേഷ് അയ്യർ. വെങ്കടേഷ് അയ്യറിന്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 142 റൺസ് എടുത്തു. റൺസ് വലുതായിട്ടില്ലെങ്കിലും നമ്പേഴ്സ് സ്ലൈറ്റ്ലി ഇതുവരെ പറഞ്ഞവരിൽ നിന്ന് ബെറ്റർ ആണെന്ന് പറയാൻ കാരണം ആവറേജ് എന്ന് പറയുന്നത് 20.28 ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 139.21 ആണ്. വെങ്കടേഷ് അയ്യറിന്റെ ഈ സീസണിലെ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് 23.75 crore ആണ്. അപ്പോൾ അത്രയും KKR ടീം മാനേജ്മെന്റ് വിശ്വസിച്ചൊരു പ്ലെയർ ആണ്. പക്ഷെ 1-2 മത്സരങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും വെങ്കടേഷ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ടോപ്പ് ഓർഡർ പരാജയപ്പെട്ട സമയത്ത് ടീമിന് വേണ്ട കോൺട്രിബ്യൂഷൻ നൽകാൻ വെങ്കടേഷ് അയ്യറിന് സാധിച്ചില്ല. അപ്പോൾ നമ്പർ 4 വെങ്കടേഷ് അയ്യറാണ്. നമ്പർ 5 CSKയിൽ നിന്ന് ദീപക് ഹൂഡ. അത് അടുത്തത് ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. 6 മത്സരങ്ങളിൽ നിന്ന് 31 റൺസ് മാത്രമാണ് ദീപക് ഹൂഡ എടുത്തിട്ടുള്ളത്. ആവറേജ് എന്ന് പറയുന്നത് 6.2 ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 75.6 ആണ്. ഇപ്പോൾ CSK സ്ട്രഗിൾ ചെയ്തതിലൊരു പ്രധാന കാരണം അവരുടെ ഇന്ത്യൻ ബാറ്റേഴ്സിന്റെ ഫോമില്ലായ്മയാണ്. അതിലൊരാളാണ് ദീപക് ഹൂഡ. വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ദീപക് ഹൂഡയുടേത്. ഇനി നമ്പർ 6ലേക്ക് പോയി കഴിഞ്ഞാൽ വെങ്കടേഷ് അയ്യറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം ബെറ്റർ നമ്പേഴ്സ് ആണ്. പക്ഷേ ഒരു സ്റ്റാറ്റസിന് ചേർന്ന ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. LSGയിൽ നിന്ന് ഡേവിഡ് മില്ലർ.
നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 153 റൺസാണ്. ആവറേജ് 30.6 ഉണ്ട്. ഇപ്പോൾ ഒരു T20 വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആവറേജ് ആണ്. സ്ട്രൈക്ക് റേറ്റ് 127.50. ഞാനിപ്പോൾ ബെസ്റ്റ് പ്ലേയിങ് 12 ഇപ്പോൾ വീക്ക് ബൈ വീക്ക് ടീം തിരഞ്ഞെടുക്കുമ്പോഴായാലും ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിനേക്കാൾ കൂടുതൽ അവർ മത്സരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനൂടെ ഞാൻ പ്രാധാന്യം നൽകാറുണ്ട്. ഇപ്പോൾ മില്ലറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ വർഷം GTയിലായാലും അതിന് മുൻപ് പഞ്ചാബിൽ കളിച്ചൊരു സമയത്ത് ആയാലും മില്ലർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മില്ലർ മത്സരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഈ സീസണിൽ പ്രൊവൈഡ് ചെയ്യാൻ മില്ലറിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മില്ലറിനെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്പർ 7 ഷിംറോൺ ഹെറ്റ്മെയർ. ഹെറ്റ്മെയറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 12 മത്സരങ്ങളിൽ നിന്ന് 216 റൺസ് ഉണ്ട്. ആവറേജ് 21.6 ആണ്. സ്ട്രൈക്ക് റേറ്റ് ഡീസന്റ് ആണ്, 146.93. എങ്കിലും ഞാൻ ഹെറ്റ്മെയറിനെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RR റീറ്റെയിൻ ചെയ്ത പ്ലെയർ ആണ്. അത് മാത്രമല്ല, ഇവർക്ക് ജയിക്കാനാവുന്ന പല മത്സരങ്ങളും, പ്രത്യേകിച്ച് 2 മത്സരങ്ങൾ അടുപ്പിച്ച് ഹെറ്റ്മെയർ ബോട്ടിൽ ചെയ്തു എന്ന് വേണം പറയാൻ. അതായത് 6 പന്തിൽ നിന്ന് 9 റൺസ് വേണ്ട സാഹചര്യത്തിൽ 2 മത്സരങ്ങളിലാണ് ഇവർ സ്ട്രഗിൾ ചെയ്ത് ബോട്ടിൽ ചെയ്ത് തോറ്റുപോയത്. അപ്പോൾ ആ വിജയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും RR പോയിന്റ് ടേബിൾ ഒരു ബെറ്റർ പ്ലേസിലായേനെ. പക്ഷേ അവരുടെ ഡെസിഗ്നേറ്റഡ് ഫിനിഷർ എന്ന രീതിയിൽ, അവരുടെ റീറ്റെയിൻഡ് പ്ലെയർ എന്ന രീതിയിൽ മത്സരം ക്ലോസ് ഔട്ട് ചെയ്യാൻ ഹെറ്റ്മെയറിന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹെറ്റ്മെയറിനെ ഞാനിവിടെ നമ്പർ 7 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ജുറൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറ്റ്മെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ നമ്പേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ജുറൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഇനി നമ്മൾ ബോളേഴ്സിലേക്ക് പോവുകയാണ്. നമ്പർ 8 ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഇഷാന്ത് ശർമ്മ. ഇപ്പോൾ GTയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗ് വൈസ് സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ആണ്. നല്ലൊരു ബോളിംഗ് ഫിഗേഴ്സ് ആണ് ഇവർക്കുള്ളത്. പക്ഷേ ആ ഒരു ബോളിംഗ് സൈഡിൽ ഇഷാന്ത് ശർമ്മയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ദ മാർക്ക് അല്ല. ഇപ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് 4 വിക്കറ്റ് മാത്രമാണ് ഇഷാന്ത് എടുത്തത്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ 11.18 ആണ്. അപ്പോൾ ഒരു ഹൈ ഇക്കോണമി റേറ്റ്. ബാക്കിയുള്ള ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്തിട്ടും ഇഷാന്ത് നന്നായിട്ട് റൺസ് വഴങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സീസൺ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സീസൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇഷാന്തിനെ നമ്പർ 8 ഉൾപ്പെടുത്തിയത്. നമ്പർ 9 ഫസലക് ഫറൂഖി. RRന് വേണ്ടി 4 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ വിക്കറ്റ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇക്കോണമി എന്ന് പറയുന്നത് 10.12 ആണ്. അപ്പോൾ ഫസലക് ഫറൂഖിക്ക് നമ്മൾ RR പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഇമ്പാക്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫറൂഖി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 10 RRൽ നിന്ന് തന്നെയാണ് തുഷാർ ദേശ്പാണ്ഡെ. ഇപ്പോൾ ദേശ്പാണ്ഡെയുടെ നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 8 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.25 ആണ്. അതായത് ആർച്ചർ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് ബോൾ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ സസ്റ്റെയിൻ ചെയ്യാൻ ഒരു മത്സരത്തിലും തുഷാർ ദേശ്പാണ്ഡെക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുഷാർ ദേശ്പാണ്ഡെ നമ്മൾ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്പർ 11 SRHൽ നിന്ന് മുഹമ്മദ് ഷമി. ഷമിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയർ ആണ്. പക്ഷേ ഈ സീസണിൽ ആ ഒരു റിഥത്തിൽ ബോൾ ചെയ്യാൻ ഷമിക്ക് കഴിഞ്ഞില്ല. 9 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ 11.23 ആണ്. അതായത് തൻ്റെ മികച്ച സീസണുകളിലൊക്കെ ഒരു 8-9 ഇക്കോണമി റേറ്റിലാണ് ഷമി ബോൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈ സീസണിൽ ഒട്ടും ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസിലല്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പരിക്കിൽ നിന്ന് മുക്തനായിട്ട് മടങ്ങി വന്നതാണ്. ആ ഒരു ഋതത്തിലല്ല. ഷമിയുടെ സീം പൊസിഷനും ആ ഒരു ഋതത്തിൽ വന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കുന്ന പെർഫോമൻസും ഒക്കെ സെക്കൻഡ് ടു നൺ ആണ്. പക്ഷേ ഇതൊരു ഡിസപ്പോയിന്റിംഗ് സീസൺ ആയിപ്പോയി. ഇനി നമ്പർ 12ലേക്ക് വന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് നിന്ന് മോഹിത് ശർമ്മ. മോഹിതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 7 മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റ് മാത്രമാണ് ഉള്ളത്. ഇക്കോണമി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഇപ്പോൾ GTക്ക് വേണ്ടി കളിച്ച സമയത്ത് തൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ മോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ ഒരു ഡെസിഗ്നേറ്റഡ് ഡെത്ത് ബോളർ ആയിരുന്നു. പക്ഷേ എങ്കിലും ഈ സീസണിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ മോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല. ഇതുപോലെ തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ള നിരവധി പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഞാനൊരു പ്ലേയിങ് ടൂളിൽ ചൂസ് ചെയ്തപ്പോൾ ആ ഒരു ഇമ്പാക്റ്റും എല്ലാം വെച്ചിട്ട് ഇവരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഓപ്പണിംഗിൽ രാഹുൽ ത്രിപാഠി CSKയിൽ നിന്ന്, അതുപോലെ DCയിൽ നിന്ന് മഗ്ഗർ, നമ്പർ 3 LSGയിൽ നിന്ന് ഋഷഭ് പന്ത്, നമ്പർ 4 KKRൽ നിന്ന് വെങ്കടേഷ് അയ്യർ, നമ്പർ 5 CSKയിൽ നിന്ന് ദീപക് ഹൂഡ, നമ്പർ 6 LSGയിൽ നിന്ന് മില്ലർ, അതുപോലെ നമ്പർ 7 RRൽ നിന്ന് ഹെറ്റ്മെയർ, നമ്പർ 8 GTയിൽ നിന്ന് ഇഷാന്ത് ശർമ്മ, നമ്പർ 9 RRൽ നിന്ന് ഫറൂഖി, നമ്പർ 10 RRൽ നിന്ന് തന്നെ തുഷാർ ദേശ്പാണ്ഡെ, നമ്പർ 11 SRHൽ നിന്ന് മുഹമ്മദ് ഷമി, നമ്പർ 12 DCയിൽ നിന്ന് മോഹിത് ശർമ്മ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സീസണിലെ ഇതുവരെയുള്ള ഒരു ഫ്ലോപ്പ് 12 എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ബെസ്റ്റ് ടീം ചൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ ഈ ടീമിൽ ഫോളോ ചെയ്തിട്ടില്ല. അതായത് ഒരു ഐഡിയൽ കോമ്പിനേഷൻ, ആ ഒരു ബാറ്റിംഗ് ഓർഡർ, അതുപോലെ ഇത്ര സ്പിന്നേഴ്സ്, ഇത്ര ഫാസ്റ്റ് ബൗളേഴ്സ്, ഇത്ര ഓൾറൗണ്ടേഴ്സ്, അതൊന്നും ഞാൻ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തിയവരുടെ ഒരു ടീമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്പിന്നറിനെ ആഡ് ചെയ്യാം, അപ്പോൾ അതിൽ മോശമായിട്ട് പെർഫോം ചെയ്തൊരു ബോളറിനെ മാറ്റിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സ്പിന്നറിനെ ആഡ് ചെയ്യാവുന്നതിൽ ഒരു ലോജിക്ക് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാതിരുന്നത്. ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ടീം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഈ ചൂസ് ചെയ്ത ടീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.